ഹലോ ഫ്രണ്ട്സ്, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷുകാരിൽ നിന്നും അതെ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ബില്ല് നിയമമായി കിട്ടാൻ കുറേ കടമ്പകൾ കടക്കണം. എന്നാൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ അതങ്ങനെയല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 240 പ്രകാരം രാഷ്ട്രപതിക്ക് നേരിട്ട് റെഗുലേഷൻ പുറപ്പെടുവിക്കാം. തുടർന്ന് അത് ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കും. ഈ റെഗുലേഷൻ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാലും ഉടൻ പ്രാബല്യത്തിൽ വരില്ല. അതിന് അഡ്മിനിസ്ട്രേറ്റർ പ്രത്യേകം ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കണം. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാലേ ആ റെഗുലേഷൻ നിയമപരമായി പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കൂ. ഇങ്ങനെ ഒരു റെഗുലേഷൻ ജൂലൈ 28-ന് ലക്ഷദ്വീപിൽ ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് റെഗുലേഷൻ 2026. ഇങ്ങനെ ഒരു സാധനം വന്നത് പലരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് എന്താണ് എന്ന് എത്ര പേർക്കറിയാം? 65 പേജുകളുള്ള ഈ ഔദ്യോഗിക രേഖയിൽ എന്താണ് പറയുന്നത്? നൂറ്റാണ്ടുകളായി തങ്ങളുടെ മണ്ണിൽ ജീവിക്കുന്ന സാധാരണക്കാരെ ഇത് എങ്ങനെ ബാധിക്കും? നിങ്ങൾ ജനിച്ചു വളർന്ന നിങ്ങളുടെ ഭൂമിയുടെ അതിരുകൾ പെട്ടെന്നൊരു ദിവസം ഒരു സർക്കാർ രേഖകളിൽ മാറ്റിവരയ്ക്കപ്പെട്ടാലോ? നിങ്ങളുടെ കൈവശമുള്ള ആധാരങ്ങൾക്കും അതിരുകൾക്കും യാതൊരു പ്രസക്തിയും ഇല്ലാതായാലോ? കൃത്യമായ ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തെ നമുക്ക് പൊളിച്ചെടുക്കാം. ഈ രേഖയുടെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു സാധാരണ നഗരവികസന നിയമം മാത്രമല്ല. ലക്ഷദ്വീപ് പോലെയുള്ള വളരെ പരിസ്ഥിതി ലോലമായ സവിശേഷമായ ഭൂമിശാസ്ത്രമുള്ള ഒരു പ്രദേശത്ത് ഭൂവിനിയോഗം, അതായത് ലാൻഡ് യൂസിനെ സമൂലമായി മാറ്റാൻ കെൽപ്പുള്ള ഒരു വലിയ പ്രക്രിയ തന്നെയാണിത്. തുടക്കം മുതൽ അവസാനം വരെ വികസനം, മാസ്റ്റർ പ്ലാൻ എന്നീ വാക്കുകൾ നിരന്തരം ഈ റെഗുലേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നൊരു പുതിയ അധികാര കേന്ദ്രത്തിൻ്റെ രൂപീകരണമാണ്. ദ്വീപുകൾക്ക് വേണ്ടി സമഗ്രമായ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുക എന്നതാണ് ഇവരുടെ ജോലി. ഈ നിയമം സാധാരണക്കാരുടെ സ്വന്തം ഭൂമിക്ക് മേലുള്ള അധികാരത്തെ വലിയ രീതിയിൽ ഇല്ലാതാക്കും. ഈ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വന്തം ഭൂമിയിൽ ഒരു ചെറിയ വികസനമോ എന്തിന് ഒരു ചെറിയ മാറ്റമോ പോലും വരുത്താൻ ഇനി ജനങ്ങൾക്ക് കഴിയില്ല. ഇത് വികസനത്തിൻ്റെ പേരിൽ മനുഷ്യരെ അവരുടെ മണ്ണിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രക്രിയയാണ്. അതിലും ഭയാനകമായ ചില അധികാരങ്ങൾ ഈ നിയമം അതോറിറ്റിക്ക് നൽകുന്നുണ്ട്. എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഇതിലെ വകുപ്പ് 65, അതായത് ടൗൺ പ്ലാനിംഗ് സ്കീമുകൾ എന്ന ഭാഗം വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം. ലക്ഷദ്വീപിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഈ നിയമത്തെ ഇത്രയധികം ഭയക്കണം എന്നതിൻ്റെ